ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന ഒരു പോസ്റ്റർ ഡിസൈൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ക്രിയേറ്റിൽ പോവാം. ക്രിയേറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പേജ് സൈസാണ് വേണ്ടത് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേജിന് ഇനി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് അവിടെ ടെംപ്ലേറ്റ്സ്, ടെക്സ്റ്റ്, എലമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിൽ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ കുറേ കാറ്റഗറീസ് കാണാൻ പറ്റും. അതിൽ ഷേപ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ഷേപ്സ് കിട്ടും. ഞാനതിൽ റെക്റ്റാങ്കിൾ ആട്ടോ ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ പേജിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ സോൾഡ് കളേഴ്സും ഗ്രേഡിയൻറ്റ് കളേഴ്സും ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഗ്രേഡിയൻറ്റ് കളറിൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള ഗ്രേഡിയൻറ്റ് നമുക്ക് കിട്ടും. ആ പ്ലസ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലിഷ്ടമുള്ളവരെ നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആ സെക്കൻഡ് ഗ്രേഡിയൻ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഐ ഡ്രോപ്പർ ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇമേജിലെ കളറോ അങ്ങനെ എന്തെങ്കിലും പിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോർമലായിട്ടുള്ള ആ ഒരു ആഡ് കളറിൽ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കളർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണർ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കോർണർ റൗണ്ടിങ്ങിൽ 100 ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോപ്പികൾ എടുത്തിട്ട് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്ത് വയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ഒരു ഇമേജിനെ അപ്ലോഡ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളൊരു സൈഡിൽ അപ്ലോഡ്സിൽ പോയി കഴിയുമ്പോൾ അവിടെ അപ്ലോഡ് ഫയൽസിൽ നമുക്ക് നമ്മുടെ ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ഈ 2 ഇമേജുകൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇമേജ് അങ്ങോട്ട് വരും. ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്ത ഇമേജാണ്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് ഡ്രോപ്പ് ഷാഡോ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി എഡിറ്റിൽ പോയിട്ട് ഷാഡോസിൽ ഡ്രോപ്പ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ മൗസിൻ്റെയും നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. എഫക്റ്റിൽ ഷാഡോസിൽ ഡ്രോപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പേജിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഓഫർ ടാഗ് നമുക്ക് വയ്ക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ എലമെൻറ്റ്സിൽ പോയി കഴിയുമ്പോൾ അവിടെ സെർച്ചിൽ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫർ ടാഗ് കിട്ടും. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരെണ്ണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് എടുക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്കിതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം.
ഇനി ഇതിന് മുകളിലായിട്ടൊരു ത്രെഡിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഒന്നില്ല നമുക്ക് എലമെൻറ്റ്സിൽ പോയിട്ട് ത്രെഡ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടും. ഇനി അല്ലെങ്കിൽ ടൂൾസിൽ പോയി കഴിയുമ്പോൾ ലൈൻസിൽ ഇതുപോലൊരു ലൈൻസ് കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഇതേപോലെ നമുക്ക് ത്രെഡ് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കോപ്പി എടുത്ത് നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഓഫറിൻ്റെ സാധനം അടിയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ലെയേഴ്സിൽ പോയി കഴിയുമ്പോൾ നമുക്കത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇതിൻ്റെ സൈസൊന്ന് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോണ്ട് ആട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിൽ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറുതാക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ എത്തുന്ന രീതിയിലേക്ക് ഒന്ന് ചെറുതാക്കി അറേഞ്ച് ചെയ്യാം. അതിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 കോപ്പി എടുക്കാം. എന്നിട്ട് ബാലൻസ് ടെക്സ്റ്റും അതിൽ ആഡ് ചെയ്യാം. ഈ ടെക്സ്റ്റുകളൊന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഈ 4 നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു അലൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ ലെറ്റേഴ്സ് കറക്റ്റായിട്ട് അതിനകത്ത് അലൈൻമെൻ്റ് ആയി കിട്ടും. അപ്പോൾ നമ്മളിത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നമുക്കിതുപോലെ മലയാളം ടെക്സ്റ്റ് CTRL-C വെച്ച് കോപ്പി ചെയ്ത് CTRL-V നമുക്ക് ക്യാൻവയിൽ പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ CTRL-C നോക്കിയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് എ സബ് ഹെഡിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കവിടെ CTRL-V ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓഫർ ലെറ്ററിന് ഒരു ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.